ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര അഞ്ജുവും രാഹുലും വിവാഹം കഴിച്ച കാര്യം അറിയുമ്പം വസുന്ധര വിചാരിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് എന്നോട് ഇത് മറച്ചു വെച്ചത് എന്നെ ചതിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വിഷമിച്ച് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് തന്നെ വിവേക് വരുന്നുണ്ട്. വിവേക് ചോദിക്കുന്നുണ്ട്, അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ, എന്തു പറഞ്ഞെന്ന് പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, എല്ലാവരും കൂടും കുടുക്കെ എടുത്ത് ഇറങ്ങിക്കോളാനാണ് ആൻറ്റി പറഞ്ഞേക്കുന്നത്. ആൻറ്റി വളരെ ദേഷ്യത്തിലാണെന്ന് ശിവനന്ദയും പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സമാധാനപ്പെടും, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് വിവേക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വസുന്ധര ഒരിക്കലോട്ട് പോകുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, നീ എന്തിനാ ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ ഇവരെ ഇവിടുന്ന് പുറത്താക്കി. മമ്മി ഞാൻ പറയുന്ന സമാധാനത്തിൽ കേൾക്കണമെന്ന് പറയുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ഇവരെ ന്യായീകരിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, മമ്മി എപ്പോഴും പറയുന്നത് ഇവരെ എല്ലാം സ്വന്തം മക്കളെ പോലെ കണക്കാക്കുന്നതെന്നല്ലേ? സ്വന്തം മക്കളെ പോലെ കണക്കാക്കുന്നെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരുത്തി നേർവഴിക്ക് നയിക്കുന്നതിന് പകരം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണോ വേണ്ടുന്നത്? അതുകൊണ്ട് അഞ്ജുവിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് പുറത്ത് കൂടെ നിൽക്കേണ്ടത് മമ്മിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അഞ്ജു വന്ന് വസുന്ധരയുടെ കാല് പിടിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിന് ഇവരെയും കൂടെ പുറത്താക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന സമയത്ത് വസുന്ധരയുടെ ഹൃദയം അലിയുന്നുണ്ട്. വസുന്ധര പെട്ടെന്ന് അഞ്ജുവിനെ പിടിച്ചെണീപ്പിച്ചിട്ട് പറയുന്നുണ്ട്, കാലൊന്നും പിടിക്കണ്ട, നിന്റെ എല്ലാ തെറ്റും ഞാൻ പുറത്തിരിക്കുന്നെന്ന് വസുന്ധര പറയുന്ന സമയത്ത് എല്ലാവർക്കും ആശ്വാസം ആവുന്നുണ്ട്, അതുപോലെ സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, എന്നാലും നീ എന്നോട് ഇത് മറച്ചു വെച്ചത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിന്നെ പുറത്താക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഓരോന്നും പറഞ്ഞ് വിവേക് എങ്ങനെയെങ്കിലും വസുന്ധരയെ തണുപ്പിച്ച് എല്ലാ പ്രശ്നവും കോംപ്രമൈസ് ആക്കുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും രാഹുലിനെ ഒന്ന് നേരിട്ട് കാണണം, അവനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, മമ്മിയുടെ ഏറ്റവും വലിയ ഒരു എതിരാളി ഇപ്പം ജയിലിലാണ്, അതുപോലെ തന്നെ വേറൊരു ശത്രുവില്ലേ ഹരിത, അവരാണ് ഇവരെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. മാത്രമല്ല അഞ്ജു അവരുടെ വീട്ടിലെത്തിയപ്പം ഹരിത വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല രാഹുലിൻ്റെ എല്ലാ സ്വത്തുക്കളും ചതിയിലൂടെ ഹരിത കൈക്കലാക്കിയ കാര്യമൊക്കെ വിവേക് വസുന്ധരയോട് പറയുന്നുണ്ട്. ആ സമയത്ത് വസുന്ധരയ്ക്ക് ദേഷ്യം കയറിയിട്ട് വസുന്ധര പറയുന്നുണ്ട്, ഹരിതയ്ക്കെതിരെ പോരാടാൻ ഇനി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കൈ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, ഹരിതയെ ഇനി തറ പറ്റിക്കുന്നത് വരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഡബിൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അഭിരാമി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ഹരിതയ്ക്കൊരു നല്ല പാഠം പഠിപ്പിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ഹരിതയ്ക്കെതിരെ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. റൂമിലെത്തിയ അഞ്ജുവിനാണെങ്കിൽ ടെൻഷൻ ഇപ്പോഴും അങ്ങോട്ട് മാറുന്നില്ല. അന്നേരം വർഷ എന്ന് അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എല്ലാ പ്രശ്നവും എന്തായാലും കോംപ്രമൈസ് ആയില്ലേ. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങളെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാനേ, എനിക്കിപ്പോഴും ഓർത്തിട്ട് വയ്യ, രാഹുലിനെ വിവാഹം കഴിച്ചത് കാരണം എന്നെ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പിന്നീട് ഹരിത അവിടുന്ന് പുറത്താക്കി, ഇപ്പം എന്താ വസുന്ധര ആൻറ്റിയും കൂടി ഇവിടുന്ന് പുറത്താക്കിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഞ്ജു വിഷമിച്ചിരിക്കുന്നുണ്ട്. താനെന്തായാലും സമാധാനപ്പെടുന്നു പറയുന്നുണ്ട്. വർഷ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് തന്നെ വിവേക് വന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് എല്ലാ പ്രശ്നവും കോംപ്രമൈസ് ആയെന്ന് പറയുന്ന സമയത്ത് അഞ്ജു ചോദിക്കുന്നുണ്ട്, വിവേക് എന്ന് പറയുന്ന ഒരു മയം ഉണ്ടല്ലോ, വയനാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു ചെറിയ മാറ്റം ഉണ്ടല്ലോ, മുമ്പ് വിവേക് എന്ന് പറയുന്ന സമയത്ത് അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചേർത്താണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജു വർഷയെ കളിയാക്കുന്നുണ്ട്. അതുപോലെ വയനാട് യാത്രയിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. വർഷം ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അഞ്ജു എല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രദാസിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടതും അതുപോലെ തന്നെ വിവേക് പ്രപ്പോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അഞ്ജുവിനോട് പറയുന്നുണ്ട്. അന്നേരം അഞ്ജു വർഷം ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ രാഹുലിൻ്റെ ഫ്രണ്ടായ മൃദുലിൻ്റെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിതയുടെ സി ഐ ഡികൾ രാഹുലിനെ ഫോളോ ചെയ്ത് കാര്യങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സി ഐ ഡികളുടെ പിറകെ രാഹുൽ ഓടുന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് രക്ഷപ്പെടുന്നുണ്ട്. അന്നേരം മൃദുൽ പറയുന്നുണ്ട്, നീ അവരുടെ പിന്നാലെ പോയി നിൻ്റെ സമയം വെറുതെ കളയാണ്ട, ഇപ്പോൾ ഒന്നാമതാകെ മോശപ്പെട്ട സമയമാണ്, ഇനി ഓരോ ഏടാകൂടങ്ങളിൽ പോയി പെടേണ്ടതും പറഞ്ഞ് മൃദുലെ രാഹുലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ വസുന്ധര ആൻറ്റിക്ക് കാണണമെന്ന്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അരമണിക്കൂറിന് മുന്നേ തന്നെ ഞാൻ എത്താമെന്ന് പറയുന്നുണ്ട്. അതുവരെ രാഹുലിനാണെങ്കിൽ വസുന്ധര ആൻറ്റി എല്ലാവരെയും കൂടെ പുറത്താക്കുമോ ഇല്ലെന്ന് ടെൻഷനായിരുന്നു. വസുന്ധര ആൻറ്റി എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞ സമയത്ത് രാഹുലിന് സമാധാനമാകുന്നുണ്ട്. അത് അഞ്ജുവിനോട് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, എല്ലാ പ്രശ്നവും കോംപ്രമൈസ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇനി ഇങ്ങോട്ട് കുളിച്ച് കുട്ടപ്പനായി വന്നാൽ പോരെയെന്നും പറഞ്ഞ് അഞ്ജു കളിയാക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ രാഹുൽ വന്ന് വസുന്ധരയെ കാണുന്നുണ്ട്. വസുന്ധര അന്നേരം ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ മറച്ചു വെച്ചത് എന്തിനാണ്? മാത്രമല്ല, വിവാഹം കഴിച്ച കാര്യം വീട്ടുകാരോട് പറയാൻ പറ്റാത്ത ഒരാൾ വിവാഹം കഴിക്കാൻ പോരുതായിരുന്നു. നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വീട്ടുകാര്യങ്ങൾ നോക്കലാണെന്ന് പറയുന്ന സമയത്ത് വസുന്ധര കളിയാക്കി പറയുന്നുണ്ട്, നമ്മളൊക്കെ വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഒരു ജോലിയില്ല, സ്വന്തമായിട്ട് വീടും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇവളെ പറഞ്ഞു വിടുന്നത്? അതുകൊണ്ട് ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് മാത്രമേ നിൻ്റെ കൂടെ ഇനി അഞ്ജുവിനെ പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. ഇവരെ എല്ലാവരും എൻ്റെ മക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ജോലി കണ്ടുപിടിച്ചിട്ട് മാത്രമേ അഞ്ജുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുലിനാണെങ്കിൽ വസുന്ധരയുടെ ഓരോരോ കൊള്ളിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് വളരെയധികം വിഷമമാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് അഞ്ജു കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് വസുന്ധര എന്ന് പറയുന്നുണ്ട്, നിനക്ക് പിന്നീട് ഞാൻ പറഞ്ഞതിൻ്റെ വാക്കുകളുടെ വില മനസ്സിലാവുമെന്നും പറഞ്ഞ് അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വസുന്ധര പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വിവേകിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വസുന്ധരയോട് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇനി ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വഷളാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് വിവേക് ഇതിലൊന്നും ഇടപെടുകയും ചെയ്യുന്നില്ല. അങ്ങനെ രാഹുൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാഹുലിന് വസുന്ധര ആൻറ്റിയുടെ വാക്കുകളിൽ വിഷമം കാണുമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജു വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പോയി അഞ്ജുവിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.